ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നനച്ചുകൂടിയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, നോമ്പ് തുടങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നോമ്പ് ഒരു 4-5 അങ്ങനത്തെ ഒരു ഡേറ്റിലായിരിക്കും നിങ്ങളത് കാണുന്നുണ്ടാവാം. നമുക്ക് നനച്ചുകൂടിയൊക്കെ മുന്നേ കഴിഞ്ഞെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മടി പിടിച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയും നേരം വൈകിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മൾ ഡെയിലി വെയേഴ്സ് കുറച്ച് ഈ വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുതപ്പ് അങ്ങനത്തെ കാര്യങ്ങളും, പുതപ്പ്, പായ, തൽക്കാണി കവറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അതിനിടയിൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറും കറിയും അങ്ങനത്തെ സംഭവങ്ങൾ കൂടി നോക്കണമല്ലോ. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനിനുള്ള മസാല ഒക്കെ അരച്ചു, കുടംപുളി ഇട്ടിട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിന് നമ്മൾ വാഷിംഗ് മെഷീനിൽ തിരുമ്മാനിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഉണക്കേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ടാൽ മതി, ഉണങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പുതപ്പ് കാര്യങ്ങൾ അങ്ങനത്തതും പിന്നെ നമ്മുടെ സോഫയുടെ വീതിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ബാക്കി ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് തിരുമ്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ ട്രിപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇസ്മക്കുട്ടി ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് പണി ചെയ്യുന്നു അതിൻ്റെ ഒരു പടി മുന്നേ അവളുണ്ടായിരിക്കും. അങ്ങനെ തിരുമ്പലും ഉണക്കാനിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നേ നമ്മുടെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും 2 ദിവസം ആകുമ്പോഴത്തേനും മാറാലൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി മാറാലൊക്കെ തട്ടാനും ജനലൊക്കെ ഒന്ന് തുടച്ചിതാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ നിന്നൊക്കെ ഒന്ന് അടിച്ച് വാരാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂമിലത്തെ അലമാരകളൊക്കെ ചെറുതായിട്ടൊന്ന് പൊടി പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്മുക്കുട്ടിയുടെ അൽമാറയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ അൽമാറയും ഒക്കെ അങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി. പിന്നെന്താ, കട്ടിലിൻ്റെ സൈഡൊക്കെ തുടക്കാനുണ്ടായിരുന്നു. അങ്ങനത്തതൊക്കെ ചെയ്തു. പിന്നെ ജനലും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ തുടച്ച് മാറാലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, വാഷ് ബേസിനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഓരോ പരിപാടികൾ. കുറേയൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും 2 ദിവസത്തിന് എങ്ങനെയൊക്കെ പൊടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലത്തെ പണികളുമുണ്ട്. അങ്ങനെ അടിച്ചു വാരലും മാറാല തട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കാനായിട്ട് നിന്നു. അത് നമ്മൾ അകവും പിന്നെ എല്ലാം നല്ല വൃത്തിയായി തുടച്ചു. അതിനിടയിൽ ഞാൻ ഇസ്മക്കുട്ടിനെ എണ്ണ തേച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കുളിപ്പിച്ച് അവൾക്ക് മുടിയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ ചീവി കൊടുത്തു. അങ്ങനെ മുടി ചീവുമ്പോഴും ആളുടെ കണ്ണ് ക്യാമറയിൽ കണ്ടിട്ട് അവിടെ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് മുടി ചീവണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളെ ക്യാമറ മുന്നിൽ ഇരുത്തിയിട്ട് മുടിയൊക്കെ ചീവി കൊടുത്ത് അവളങ്ങനെ സെറ്റാക്കി. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ, അപ്പോൾ അത് ഞാൻ അതിനിടയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുന്ദരി കിട്ടിയിട്ടുണ്ട്, അവൾക്ക് നല്ല പവറുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളോട് ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, പച്ചമുന്തിരി, നല്ല മധുരമുള്ള മുന്തിരി ആയിരുന്നു കേട്ടോ. അത് കഴിച്ചു. പിന്നെ നേരെ പോയി കുളിച്ചിട്ട് അങ്ങനെ നമുക്ക് നാളെ നോമ്പ് തുടങ്ങാണല്ലോ. നാളെയാണ് നമുക്ക് നോമ്പ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നോമ്പ് 4-5-നായിരിക്കും. അപ്പോൾ എനിക്ക് ഉമ്മ പുതിയൊരു നിസ്കാരക്കുപ്പായം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അന്ന് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് രാവിലത്തെ രാഗി പത്തിരി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ നാളെ നോമ്പാണല്ലോ. അപ്പോൾ നോമ്പ് തുടങ്ങിയാൽ ഇസ്മക്കുട്ടിക്ക് എന്തായാലും രാവിലെ എന്തെങ്കിലും ചായക്ക് കടിക്കാൻ വേണമല്ലോ, അല്ലെങ്കിൽ അവളുടെ കാര്യം കുറച്ച് കഷ്ടമായിരിക്കും. നമ്മൾ വൈകിട്ടാണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ദോശക്ക് അരച്ച് വെക്കാം. ദോശയൊക്കെ വെള്ളത്തിലിട്ടാൽ നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് അരച്ച് വെച്ചാൽ ഇവൾക്ക് എന്താക്കാം, ദോശ ഉണ്ടാക്കി നമുക്ക് ബാക്കി മാവ് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്താൽ ഉച്ചക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അവളുടെ കാര്യം ടെൻഷനില്ല. അപ്പം ഞാൻ ഉഴുന്നും അരിയൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് രാത്രി കുതിർന്ന് കിട്ടിയ രാത്രി അരച്ച് വെച്ചാൽ ഇസ്മക്കുട്ടിയുടെ കാര്യം സെറ്റ്. അപ്പോൾ രാവിലെ അയാൾക്ക് എന്ത് കൊടുക്കും അങ്ങനത്തെ ടെൻഷനുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റ്, റസ്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവൾ കഴിക്കുകയും ചെയ്യില്ല. ഇവൾക്ക് ആകെ ഇഷ്ടമുള്ള സാധനം ദോശ, പത്തിരി അങ്ങനത്തെ സംഭവങ്ങളാണ്. പുട്ട്, ഉപ്പുമാവ് അതൊന്നും ഇവൾ കഴിക്കില്ല. അപ്പോൾ ദോശയാകുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ഓറഞ്ച് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇപ്പോഴത്തെ ഓറഞ്ച് മുഴുവൻ പുളിയാണ് ഗൈസ്, നല്ല പുളിയാണ്. അപ്പോൾ ഇതെന്തോ ഭാഗ്യത്തിന് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അവളും കൂടിയിട്ട് ഓറഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം. നാളെ നമുക്ക് നോമ്പാണല്ലോ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഫ്രൂട്ട്സ്, പിന്നെ കുറച്ചും കൂടിയും സംഭവങ്ങൾ, കടല, സലാഡ് ഉണ്ടാക്കാൻ, വെള്ളക്കടല കൊണ്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കില്ല, അതിനുള്ളത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെന്താ മുട്ട, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് രാത്രി ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പന്നിത്തടത്ത് ഒരു ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്കിങ്ങനെ അരി സാധനങ്ങൾ, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിയത്. അങ്ങനെ നമ്മൾ പന്നിത്തടത്തുള്ള ഈ ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ പകുതി സാധനങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലത്തേൽ കയറിയിട്ട് അരി എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ, ബിരിയാണിയുടെ ഒക്കെ അരിയില്ല, അതൊക്കെ ഇങ്ങനെ നോമ്പിനുമ്മ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി വരിക നോമ്പുറപ്പിക്കലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഓടിപ്പോയിട്ട് വാങ്ങണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങും. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അപ്പത്തിന് ഈ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞാൻ അപ്പത്തിന് ഇപ്പുറത്തുള്ളൊരു ഷോപ്പിൽ വന്നിട്ട്, ഇവരുടെ തന്നെ ഷോപ്പാന്ന് തോന്നുന്നു, പച്ചക്കറി, ചെറുനാരങ്ങ, പിന്നെ തക്കാളി, സവാള, കുക്കമ്പർ, അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസ്, മല്ലിച്ചപ്പ്, പുതിനയൊക്കെ മസ്റ്റാണല്ലോ. നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഇട്ടാലും നമ്മൾ ഈ മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ടാൽ സൂപ്പറല്ലേ. അങ്ങനെ അവിടെ നിന്ന് അത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മളങ്ങനെ ഒരു ബേക്കറിയിലേക്ക് വന്ന് കുറച്ച് റസ്ക്, ബിസ്ക്കറ്റ്, മിക്സ്ചർ, പിന്നെന്താ ബെന്ന്, അവിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു പുതിയൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എപ്പോഴേ പെരുന്നാളിനൊരു ഡ്രസ്സ് എടുക്കൽ തുടങ്ങി ഗൈസ്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയാൽ പിന്നെ പോയി എടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ചൂടിനൊക്കെ പോയിട്ട്. അപ്പോൾ അതാവും എല്ലാവരും മുൻകൂട്ടിയിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനും ഇസ്മക്കുട്ടി വണ്ടിയിലിരുന്ന് ഇമ്മ പോയിട്ട് ബേക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്കിതെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റേതായ പാത്രങ്ങളൊക്കെ എടുത്ത് അതിൽ റീസ്റ്റോർ ചെയ്യുകയാണ്. പിന്നെന്താ, നമ്മൾ നുറുക്ക് ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് അത്താഴത്തിന് കഴിക്കാനൊക്കെ ആയിട്ട് എടുക്കാമല്ലോ. അത്താഴത്തിന് രാത്രി എടുക്കാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത്താഴത്തിന് കഴിക്കും. പിന്നെ വെള്ളക്കടല, അവിൽ, ബേക്കറി, ഫ്രൂട്ട്സ്, പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു, ഇങ്ങനെ ജീരകം, കടുക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ബേക്കറി എല്ലാം എടുത്തിട്ട് ഒരു ഡപ്പയിലേക്ക് വെക്കുന്നുണ്ട്. മിക്സ്ചർ, പിന്നെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ബേക്കറികളുണ്ട്, ഇങ്ങനെ ചിപ്സ് പോലത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഡപ്പയിലേക്ക് വെച്ച് നമ്മുടെ ബേക്കറി ഡപ്പ്, ഇതാണ് നമ്മുടെ ബേക്കറി ഡപ്പ് ഗൈസ്. അപ്പോൾ ഇതിലേക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് വെച്ചു. പിന്നെ നമുക്കിങ്ങനെ ജീരകം അതൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റേതായ ഡപ്പകളിലിടാം. കടുക്, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ തന്നെ ഇങ്ങനെ ഡപ്പയിൽ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇസ്മക്കുട്ടിക്ക് ഉമ്മ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേറ്റ് മറ്റാളവിടെ ഇരുന്നിട്ട് അംഗം വിട്ടിട്ടുണ്ട്. അതാണ് ആ ആളെ ഈ ഭാഗത്തേക്കേ നിങ്ങൾ കാണാത്തത്. അങ്ങനെ അവളവിടെ ഇരുന്നിട്ട് ചെറുതായിട്ടൊരു തല കാണുന്നുണ്ടോ, അവിടെ കസാലയിൽ ഇരുന്നിട്ട് ഐസ്ക്രീം തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ബാക്കിയുള്ളത് ഇങ്ങനെ കവറിൽ തന്നെ കെട്ടിയിട്ട് വേറൊരു ഇതിൽ വെച്ചു. പിന്നെ സവാള, അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊട്ടയിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ നനച്ചുകുളി, പിന്നെ റംലാൻ സ്റ്റാർട്ടിങ് വിശേഷങ്ങൾ. അപ്പം റംലാൻ വിശേഷങ്ങളായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.